തോമ ഇരിക്കൂ. ഇപ്പൊ വിളിക്കാം. എന്നെ വരട്ടെ. ദേവു ഇവിടെ വാ. കുന്നുകുളത്തിനെ ആ തോമ വന്നിട്ടുണ്ട്. അറിയാമോ എനിക്കെന്താ? ഞാൻ വരുന്നില്ല. എന്താടി പറയണത്? തിന്നാൻ തന്നെ ചുമ്മാ ഇരിക്കാനല്ല. ഒന്നു പറയും ഞാൻ. വായാടി. വരൂ. ഇതെന്താ പൂട്ടിയിട്ടിരിക്കണേ? അമ്മാവൻ വന്ന് പൂട്ടി താക്കോല് കൊണ്ട് പോയതാ. എന്തിന്? അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. പ്രഭാകരൻ വന്ന മേലിലൂടെ കയറ്റണ്ടെന്നും പറഞ്ഞു. ഞാനിത് ചവിട്ടി പൊളിക്കാൻ പോവാ. പ്രഭാകര, അതൊന്നും വേണ്ട. അത് ശരിയല്ല. അമ്മാവനെ ചെന്ന് കണ്ട് തെറ്റ് പറഞ്ഞ് താക്കോല് മേടിച്ചുകൊണ്ടുപോവാ. കുരുത്തം കെട്ടവനുള്ള പേര് സമ്പാദിക്കരുത് മോനെ. നാണം കെട്ട ഏർപ്പാട്. കാല് പിടിക്കലും തെറ്റു പറയലും. അത് അമ്മാവനല്ല, ഈശ്വരനാണെ പോലും ഞാൻ ചെയ്യില്ല. താൻ ചെയ്യും. കാരണം താൻ അമ്മാവന്റെ എച്ചിപ്പട്ടിയാ. പ്രഭാകര, കുറച്ച് കൂടിപ്പോകുന്നു. നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് ഈ കളത്തിൽ വന്നവനാ ഞാൻ. ഒരു ഉരുള ചോറിന് വേണ്ടി എന്തും ചെയ്യുന്നവനല്ല കോരു. നിന്റെ അമ്മാവൻ പോലും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. കോരു നായർക്കേ സ്നേഹിക്കാനേ അറിയാവൂ. തന്റെ സ്നേഹമൊക്കെ മതി. ഇഷ്ടമല്ലെങ്കിൽ പണികിടന്ന് പുറത്തു പോകാൻ പറയണം. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത്. മോനെ പ്രഭാകര, എന്റെ ഉച്ച തിരിഞ്ഞു. അസ്തമിക്കാറായി. നിനക്ക് അങ്ങനെയല്ല. നിനക്ക് വഴിയേറെ പോവാൻ. അത് മറക്കണ്ട. കുഞ്ഞിരാമ, കരിമരുന്നിന്റെ മേൽനോട്ടമെല്ലാം കുഞ്ഞിരാമൻ തന്നെയല്ലേ നോക്കുന്നത്? അത് മതി. എന്നെ പറഞ്ഞയക്കാൻ വരാമെന്ന് വിചാരിച്ചു. നിന്നെപ്പറ്റി മനസ്സിലാക്കാനുള്ള കഴിവ് ഈ രാമാരാർക്കില്ലാതെ പോയി. മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. നിന്നോട് കുറച്ച് ഏറി പറയേണ്ടി വന്നിട്ടുണ്ട്. അതില് എനിക്ക് വിഷമമുണ്ട്. വൈകുന്നേരം വെപ്പില്ല അല്ലേ? ഒരു നേരം ചോറ് വെച്ചാ ഉണ്ണി സ്കൂളിൽ പോകുമ്പോ അത് കഴിച്ചിട്ട് പോകും. വൈകുന്നേരം ബാക്കി കൊണ്ട് കഴിയും. അപ്പൊ ഞാൻ പോട്ടെ അമ്മേ. പെണ്ണിന് പണിന്ന് പറഞ്ഞ വലിയ നനങ്ങാമടിയാ. എന്താ ചെയ്യാ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയെന്നേ.
നേടാൻ ആളുകൾ തീ കൂട്ടി തീയുടെ സമീപത്തിരിക്കുന്നു. വിറക് കത്തിച്ച് തീയുണ്ടാക്കാം. ശൈത്യകാലത്ത് തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ആളുകൾ തീ കൂട്ടി തീയുടെ സമീപത്തിരിക്കുന്നു. വിറക് കത്തിച്ച് തീയുണ്ടാക്കാം. കത്തുമ്പോൾ വിറകിന് എന്ത് സംഭവിക്കുന്നു? ആദ്യം അത് ജ്വലിക്കുന്ന തീക്കനലായും പിന്നീട് ചാരമായും മാറുന്നു. അമ്മച്ചില്ലേ ഇവിടെ? അമ്മച്ചി അമ്പലത്തിൽ പോയിരിക്കാം. എന്താ വേണ്ടേ? ഒന്നുമില്ല. അമ്മയെ അന്വേഷിച്ചു വന്നതാ. എനിക്കൊന്നറിയണം, എന്താ തിരിച്ചു പോകത്തെ? തിരിച്ചു വരേണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തിനാ പോണേ? ഞാനായിരിക്കും കാരണം അല്ലേ? ഈ തെറ്റിദ്ധാരണ മാറ്റാതിരുന്നാൽ കുഴപ്പം കൂടി കൂടി വരികയുള്ളൂ. അങ്ങേരെ നേരെയാക്കാൻ ആർക്കും കഴിയില്ല. കഴിയും, എനിക്ക് കഴിയും, അതെനിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി ഞാൻ കെഞ്ചും, കാല് പിടിക്കും. അന്നെന്നെ അടിച്ചു, ഞാൻ തിരിച്ചടിച്ചില്ല, ക്ഷമിച്ചു. അമ്മൂനെ ഓർത്ത്. കുഞ്ഞിരാമേട്ടൻ അതൊക്കെ മറന്നൂടെ? മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ പ്രഭാകരനെ കൂട്ടിക്കൊണ്ടുവരും. വേണ്ട കുഞ്ഞിരാമേട്ട, വേണ്ട. ചാത്തവരെ, ഞാൻ വരാത്തിരി വൈകും. മായായുട്ടിയുടെ പുറ കഴിഞ്ഞു കൊണ്ടുപോയി തിരിച്ചയച്ചു. ഇതിൽ നിനക്കെന്താ അത്ര വിഷമം? അതല്ല ചാത്തുവാരെ, ഇക്കാര്യത്തിൽ എനിക്ക് ചുമതലയുണ്ട്. അല്ലെങ്കിലും ഞാൻ പറഞ്ഞ നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? നോക്കൂ, ഇന്ന് മരുന്ന് പണിക്ക് മുമ്പ് ഇങ്ങോട്ട് എത്തണം. ദേവസ്വം കാര്യ വയറ്റിപ്പഴപ്പാ. കഴിച്ചത് മതി. അതെ അതെ, ദേ ആരോ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിരാമൻ അവനാ. എന്താ ചോദിച്ചിട്ട് വരാം. എന്തിനന്നേ? പോണ്ട. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. എന്തിനാ വന്നേ? ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, ഒരു കാര്യം പറയാൻ. അതിന് വന്നതാ. അമ്മ പറഞ്ഞു വെച്ചത് അല്ല. പിന്നെന്താ? ഞാൻ എന്തെങ്കിലും തെറ്റിയുണ്ടെങ്കിൽ ക്ഷമിക്കണം, അത് പറയാൻ വന്നതാ. താൻ കാര്യം പറയടോ. ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. അമ്മൂട്ടിയുടെ കാര്യത്തിൽ പ്രഭാകരൻ എന്നെ ഒരു തരത്തിൽ സംശയിക്കരുത്. എന്റെ മനോവേദന കൊണ്ട് പറയുക. ഇതിൽ തനിക്കെന്താണ് ഇത്ര വിഷമം? വിഷമമുണ്ട്. എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത്. അത് ശരിയല്ല. ദേവി അമ്മൂട്ടിയെ കൂട്ടിക്കൊണ്ടുവരണം. അതാണോ കാര്യം? അതിനൊരു മാർഗമുണ്ട്. പണ്ട് നീ കെട്ടാൻ ശ്രമിച്ചല്ലേ, സ്നേഹമല്ലേ, കൊണ്ടുപോയി മാലയപ്പുറത്ത് താമസിപ്പിക്ക. നിന്റെ ആവശ്യം കഴിഞ്ഞ് എന്റെ വില കെട്ടിവെക്കാൻ ശ്രമിക്കുക. അല്ല ഇനി ഇവിടെ കണ്ടുപോകരുത്.